സൈന്യങ്ങളിൽ നിന്നും തന്നോട് വടിയാൽ ഭാഗിച്ചു മൂശ ജീവൻ അർക്കപ്പെട്ട ശ്രീപാദഗ്രത്തെ അണയ്ക്കപ്പെടുകയും തന്റെ ഭൂപത്താൽ ദൈവത്തിന്റെ ന്യായം പരിഹരിക്കുകയും തന്റെ സ്വത്തായ സൃഷ്ടിയുടെ കരകളെ കഴുകുകയും ചെയ്ത പരിശുദ്ധ ബലിയും സന്ധ്യാദിപ്പിന്റെ ഭൂപമായിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഭൂപം തന്റെ ഭൂമികാലത്തിലേക്ക് കരയണമേ. നിന്റെ പ്രയോജനപ്പെടണമേ. ഇതിനാൽ ഞങ്ങളുടെ പാപങ്ങൾ ബാധിക്കപ്പെടുകയും ഞങ്ങളുടെ കുറ്റങ്ങൾ മാഞ്ഞു പോവുകയും ചെയ്യണമേ. ഇതുപോലെ മറന്നു പോയവർ അടുത്ത് വരികയും അടുത്തിരിക്കുന്നവർ സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമേ. രോഗികൾ സുഖം പ്രാപിക്കണമേ. വിശ്വാസികളായ സ്വർഗീയ കൂടാരങ്ങളിൽ വിശ്രമിക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരുവായിരിക്കും സൂര്യമാരാധനയും യോഗ്യമാകുന്നു. കോട്ടകളിളകി സ്തുതി പാടി. ശാരീരിക നേത്രങ്ങൾ കൊണ്ട് ദർശിച്ച് മാനസിക കഴിവനുസരിച്ച് ധ്യാനിക്കുകയും ചെയ്ത് തന്റെ വിശുദ്ധരുടെ സൽകൃത്യങ്ങളെയും വിശുദ്ധിയെയും അനുകരിക്കുവാൻ തക്കവണ്ണം അവരുടെ പ്രതിച്ഛായകൾ നിർമ്മിക്കപ്പെടുന്നതിനെ നിരോധിച്ചിട്ടില്ലാത്ത നിത്യദൈവമേ, നിന്റെ ഏകപുത്രനായ കർത്താവായ യേശുമിശിഹായുടെ മാതാവായ പരിശുദ്ധ മറിയത്തിന്റെ സ്മരണയ്ക്കായും വിശുദ്ധ ഗീവർഗീസഹതായുടെ സ്മരണയ്ക്കായും ഈ പ്രതിച്ഛായയെ ആശീർവദിച്ച് ശുദ്ധീകരിക്കുന്നതിന് തിരുവുള്ളം തോന്നണമേ. ഇതിനാൽ പരിശുദ്ധ ദൈവമാതാവിനെ വണങ്ങി ബഹുമാനിക്കുന്നവർക്കും വിശുദ്ധ ഗീവർഗീസഹതായുടെ മാധ്യസ്ഥം തേടുന്നവർക്കും ഭൗമിക ജീവിതകാലത്ത് സമൃദ്ധമായ നിന്റെ കൃപയും മരണാനന്തരം നിത്യമഹത്വവും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ മുഖാന്തരം നീ നൽകണമേ. ആയത് ഞങ്ങൾ നിന്നെ ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും നിരന്തരമായി സ്തുതിച്ച് വാഴ്ത്തപ്പെടുത്തുവാനായിട്ട് തന്നെ. ദൈവമഹത്വത്തിനായി പ്രതിച്ഛായകൾ ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ദൈവമായ നിന്റെ മാതാവാകുന്ന പരിശുദ്ധ കന്യകമറിയാമിന്റെയും വിശുദ്ധ ശ്രീകുമാരുടെയും വിശേഷ ഞങ്ങളുടെ കാവൽപിതാവായ മാർത്തോമാ ശ്രീഹായുടെയും വിശുദ്ധ ഗീവർഗീസഹതായുടെയും സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ ഈ കുരിശടിയെയും ഞങ്ങളെയും ഈ ദേശത്തെയും നീ വാഴ്ത്തി ശുദ്ധീകരിക്കണമെന്തെന്നാൽ പിതാവിനോടും പരിശുദ്ധരോടും കൂടെ എന്നേക്കും നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു.
ഈ കുദാശയിൽ സംബന്ധിച്ച നിങ്ങളെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനമുള്ളതും കുറവുകളുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ ഉന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കണമേ. ചെയ്യണമേ ചെയ്യണമേ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വന്യ തോമസ് കുമ്പുകാട്ട ഗോറപ്പിസ്കോപ്പ, നമ്മുടെ ഈ ആയൂർ വൈദിക ജില്ലയുടെ വികാരി വലിയ ബഹുമാനപ്പെട്ട വർഗീസ് നടുതലച്ചൻ, നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട സ്റ്റീഫൻ ഓലിക്കലച്ചൻ, പ്രിയപ്പെട്ട കക്കേടത്തച്ഛൻ, പ്രിയമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വികാരിയച്ഛൻ, സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, സഹോദരന്മാരെ, സഹോദരിമാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, പ്രിയപ്പെട്ട ദേശവാസികളെ, പ്രിയപ്പെട്ട MLA ശ്രീ രാജു, പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, ജനപ്രതിനിധികൾ അടക്കമുള്ള എല്ലാ മാന്യ സുഹൃത്തുക്കളുമേ, വളരെ സന്തോഷത്തോടുകൂടി, വളരെ ആഹ്ലാദത്തോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മളെല്ലാവരും ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. നമുക്ക് ഭൂമി നൽകുന്ന സംരക്ഷണവും അത് പരിമിതിയും പരിധിയും ഉള്ളതാണെന്ന് ബോധ്യമുള്ളതിനാൽ ഭൗമിക തലത്തിൽ നിന്ന് ഉയർന്ന സ്വർഗത്തേക്ക് നോക്കി പ്രയാണം ചെയ്യുന്ന ഒരു പൈതൃക പാരമ്പര്യത്തിന്റെ വിശ്വാസ പിൻബലം നമുക്കെപ്പോഴും അനുഭവിക്കാൻ കഴിയുന്നു. അതിൻ്റെ വലിയ ഒരു ശ്രദ്ധാകേന്ദ്രം നമ്മളുടെ വിശ്വാസപരമായ അടയാളങ്ങൾ നൽകുന്ന ആത്മീയ അർത്ഥമാണ്. കൃത്യമായി നമ്മെ കാത്ത് പരിപാലിക്കാൻ മരണത്തിന് ശേഷവും നിത്യമായ ജീവിതത്തിന്റെ അനുഭവം നൽകുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്നും വിശ്വസിക്കുമ്പോൾ അതിനനുഗുണമായ സൂചനാപരമായ അടയാളങ്ങൾ നൽകുന്നതാകുന്നു ഇപ്രകാരമുള്ള ദൈവിക സങ്കേതങ്ങൾ. അത് ആരാധനയ്ക്കായിട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം ഇതിൻ്റെ എല്ലാ ഘട്ടത്തിലും കൂടെ നിന്ന് സഹായിച്ചു. പരമകാരുണ്യവാനായ ദൈവ പിതാവിനോട് നമുക്കെല്ലാവർക്കുമുള്ള പ്രത്യേക നന്ദി സന്തോഷത്തോടുകൂടി ഞാൻ അറിയിക്കട്ടെ. ഇപ്രകാരമുള്ള ഈ ഒരു ദൈവിക സങ്കേതം നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തെ നന്ദി പറയുന്നു. ഇതോടൊപ്പം നാം അർത്ഥവത്തായി തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, നാം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവം കൂടി ഇതിലൂടെ മറ്റുള്ളവരെ അറിയിക്കുവാൻ നമുക്ക് സവിശേഷമായ ഒരു ധർമ്മമുണ്ട്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മനസ്സ് ക്ലേശിക്കുന്ന നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം പ്രദാനം ചെയ്യാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തിന്റെ അതിർത്തികളെ ഭേദിക്കുന്ന, മനുഷ്യനും മനുഷ്യനിർമ്മിതമായ ഉപകരണങ്ങളെയും അതിലംഘിക്കുന്ന ആ വലിയ സ്നേഹത്തിന്റെ സംരക്ഷണത്തിന്റെ കരവലയും നമുക്ക് ഈ ദൈവികമായ അടയാളത്തിലൂടെ വീണ്ടും അനുഭവിക്കുവാൻ കഴിയുകയാണ്. ഇവിടെ ഉള്ളവർക്കും ഇതിലെ യാത്ര ചെയ്യുന്നവർക്കും കടന്നു പോകുന്നവർക്കുമെല്ലാം ഈ വിശുദ്ധ കുരിശടിയെ നോക്കി പ്രത്യേകമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന്, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നതിന് ഒരു വലിയ അനുഭവം. നാം വിശ്വസിക്കുന്ന ദൈവം, നാം ആരാധിക്കുന്ന ദൈവം മനുഷ്യനെ ഏറ്റവും പ്രധാനമായി കരുതുന്ന ദൈവമാണ്. മനുഷ്യനോട് വെറുപ്പുള്ള, മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്ന, മനുഷ്യനെ ഇല്ലാതാക്കുവാൻ സകലതും കൂട്ടിവെക്കുന്ന ഒരു ദൈവിക ചിത്രമല്ല, മറിച്ച് തന്റെ സ്വർഗ സാന്നിധ്യം ഭവിക്കാൻ കഴിയുന്നു. ഈ ദൈവിക സങ്കേതം ഇവിടെ ഉയർത്തുന്നതിന് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും
സമ്പത്ത് കൊണ്ടും സഹകരണം കൊണ്ടും പ്രോത്സാഹിപ്പിച്ച എല്ലാവരെയും മനുഷ്യരോട് പ്രിയമുള്ളവനായ ദൈവം ധാരാളമായ കൃപ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള ദേശവാസികളായ എല്ലാവരോടും, വിവിധ പള്ളികളിൽ ആരാധനയ്ക്ക് പോകുന്നവര്, അമ്പലത്തിലോ മോസ്കിലോ ആരാധനയ്ക്ക് പോകുന്നവര്, അപ്രകാരമുള്ള ആരാധനയിൽ ഒന്നും പങ്കെടുക്കാത്ത ആളുകള് എല്ലാവർക്കും ഇതിനെ ദൈവികമായി കാണുന്നതിനുള്ള സ്വാതന്ത്ര്യവും പ്രാർത്ഥിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും ഇതോടുകൂടി നമുക്ക് ഇവിടെ നൽകപ്പെടുകയാണ്. അപ്രകാരം നല്ല മനസ്സോടുകൂടി ദേശവാസികൾ ഈ ദൈവിക സങ്കേതത്തെ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ദേശവാസികളായ നിങ്ങൾ